ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കറ്റിൽ നിന്നും ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ പേര് ഞങ്ങൾ പറയുന്നത് പാര എന്നാണ്. ഈ മീനിൻ്റെ വാലിൻ്റെ അറ്റത്തൊരു മുള്ളു പോലുണ്ട്, അതങ്ങ് എടുത്ത് കളയാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഈ മീനിന് 100 രൂപയാണ് വില. 14 മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ചെകിളയും കുടലും പൂവും വാലും ഒക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പകുതി ക്ലീനിങ് കഴിഞ്ഞു, ബാക്കി ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം. വാലിൻ്റെ ഭാഗത്തുനിന്ന് മേൽപോട്ടുള്ള ആ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. നന്നായിട്ട് ഉരവി കഴുകണം. ഉപ്പിട്ട് കുറച്ച് എടുത്ത് ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് വരലിട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഉരവിയെടുക്കണം. അതിനുശേഷം ഒരു 3-4 പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. അപ്പോഴിത് അധികം മുള്ളില്ലാത്ത മീനാണ്. അധികം വലിപ്പമില്ലാത്ത ചെറിയ മീനായതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ തലഭാഗം എടുത്ത് മാറ്റുന്നില്ല. ഇത് ഫുള്ളായിട്ടിട്ട് തന്നെ അങ്ങ് കറി വയ്ക്കുകയാണ്. അപ്പോൾ ഈ മീൻ മൊത്തം ഞാൻ കറി വയ്ക്കുന്നില്ല. ഇതിൽ നിന്നും പകുതി മീനെടുത്ത് കുറച്ച് ഉപ്പും മുളകുമൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ബാക്കി പകുതിയാണ് ഞാൻ ഇന്ന് കറി വയ്ക്കാൻ എടുക്കുന്നത്. ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഉരവി കഴുകി കഴിഞ്ഞാൽ ഈ മീൻ നന്നായിട്ട് ക്ലീൻ ആവുന്നതാണ്. ഉപ്പിട്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും ഈ മീനിന്. ഇതിനു മുമ്പ് ഞാൻ അയല, മത്തി തുടങ്ങിയ മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്ത് ഈ പകുതി മീൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മീനിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് പുരട്ടി വയ്ക്കാം. ഞാനിവിടെ മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കുകയാണ്. നല്ലതുപോലെ ഈ അരപ്പ് മീനിൽ പുരട്ടിയ ശേഷം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്കാക്കി ഫ്രീസറിൽ വയ്ക്കുകയാണ്. ഈ മീൻ നമുക്ക് അടുത്ത ദിവസം കറി വയ്ക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മീനാണ് ഞാൻ ഇന്ന് കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇതങ്ങ് ഫ്രീസറിൽ വയ്ക്കുകയാണ്. ഈ മീൻ ഞാൻ ഇന്ന് കറി വയ്ക്കാനായിട്ട് എടുക്കുകയാണ്. ഇനി ഈ ചട്ടി ഒന്ന് ഒഴിഞ്ഞെടുക്കാം. നമുക്ക് ഈ ചട്ടിയിൽ കറി വയ്ക്കാം. അപ്പോൾ ഈ അവശേഷിക്കുന്ന അരപ്പ് ഞാൻ ഈ മീനിലങ്ങ് പുരട്ടി വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ മീൻ കറി വയ്ക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കാം. കുതിർക്കാനായിട്ട് ഞാനിത് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അടുത്തതായിട്ട് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിരകിയ തേങ്ങ 1.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ അളവിലും മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 6-7 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാനിത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ഈ അരപ്പ് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അരപ്പ് നല്ല തിക്കായിട്ടാണുള്ളത്. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ആ പുളി പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം വേണമെങ്കിൽ ഇപ്പം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. കറി വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി കിട്ടുന്നതാണ്. അതുകൊണ്ട് കുറച്ച് കൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് ഞാനിത് തിളപ്പിക്കാനായിട്ട് വെച്ചു. കറിയൊന്ന് തിളച്ച് വരുന്നുണ്ട്. തീ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുത്തത്. അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുത്തു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കറി 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിൽ ചേർക്കാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറിക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മീനൊന്നും പൊടിയാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ കറി അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. 4 മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മീനൊന്നും പൊടിഞ്ഞു പോകാതെ കറക്റ്റ് പരുവത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ കറിക്ക് കുറച്ച് രുചി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് താളിച്ചിടാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ പാരമീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. പാരമീൻ ക്ലീൻ ചെയ്യുന്നതും കറി വയ്ക്കുന്നതും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ പകുതി മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലോ. അത് മറ്റൊരു രീതിയിൽ കറി വെച്ച് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.